മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ കിരീട യുദ്ധം എന്ന് പറയുന്ന ടാസ്ക് നടക്കുകയായിരുന്നു. ആ ടാസ്കിനിടയിൽ പലർക്കും ഫിസിക്കൽ അസാൾട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ രേണുസുതി തലകറങ്ങി വീഴുന്നു, ഷാനവാസിൻ്റെ കൈ മുറിഞ്ഞു, അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ അനീഷിനും പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അനീഷിന് സത്യം പറഞ്ഞാൽ ശ്വാസം പോലും എടുക്കാൻ സാധിക്കുന്നില്ല, ആരോടും സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുമ്പോഴും ഇരുന്നിടത്തുനിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും അനീഷിനെ കൊണ്ട് സാധിക്കുന്നില്ല. അവസാനം നമ്മുടെ ശരത്തും സാബുമാനൊക്കെ വന്ന് അനീഷിനെ എഴുന്നേൽപ്പിച്ച് ലിവിംഗ് റൂമിൽ കൊണ്ടിരുത്തുകയാണ്. പക്ഷേ അനീഷിന് ഒട്ടും സാധിക്കുന്നില്ല, കിടന്നു പോവുകയാണ്. എനിക്ക് തോന്നുന്നു ശ്വാസം മുട്ടലും മറ്റെന്തൊക്കെയോ അസ്വസ്ഥതകൾ വരുന്നുണ്ട്. കൺഫെക്ഷൻ റൂമിൽ ഓൾറെഡി രേണുസുതിനെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ അനീഷിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എന്തായാലും ഇപ്പോൾ കൺഫെക്ഷൻ റൂമിൽ വന്നതിന് ശേഷം തിരിച്ച് അനീഷ് എത്തിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും പല ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അനീഷിന് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. രേണുസുതിയും ഓക്കെ ആയി തിരിച്ച് കൺഫെക്ഷൻ റൂമിൽ നിന്ന് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു ഇവർക്ക് കൊടുത്തിരുന്നത്. ഇതിന് 4 റൗണ്ടുകളാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് റൗണ്ട് മാത്രമാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് ആദ്യം തന്നെ അനൗൺസ് ചെയ്തിരുന്നു, ബലപ്രയോഗവും അടിയും ഇടിയും ഒന്നും പാടില്ലെന്നും യുക്തിയും ബുദ്ധിയുമാണ് ഈ ടാസ്കിന് വേണ്ടതെന്നും. എന്നാൽ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാനാണ് എല്ലാവരും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് 3 പേർക്കും ഇത്രയും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത്. ഇനി എന്തായാലും ഇതിന് ബാലൻസ് 3 റൗണ്ടുകൾ കൂടിയുണ്ട്. ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.